നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസവും തിരുവാതിര നക്ഷത്രമാണ്. ഇപ്പോൾ തിരുവാതിര നക്ഷത്രം വെള്ളിയാഴ്ച ശുഭനക്ഷത്രമാണ്, ശുഭദിവസവുമാണ്. വെള്ളിക്ക് ജ്യോതിഷശാസ്ത്രപ്രകാരം ശുക്രൻ്റെ ദിവസമാണ്, ശുക്രവാരം വെള്ളിയാഴ്ച. ഇപ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രനെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. അസുര ഗുരുവാണ്. ചോദിക്കുന്ന എല്ലാം തരുന്ന ആളാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം. ആ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്. എന്ത് ശുഭകാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണിന്ന്. ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അപ്പോൾ ഇന്നത്തെ നക്ഷത്രവും തിരുവാതിര നക്ഷത്രമാണ്. നക്ഷത്രവും കൊള്ളാം, ദിവസവും കൊള്ളാം. ഇപ്പോൾ തിരുവാതിര നക്ഷത്രം മീനമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, മീനമാസം 21-ാം തീയതിയാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷവും വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. കുറേ നേട്ടഫലങ്ങൾക്കിടവരും. നല്ല വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹത്തിന് കൊള്ളാവുന്ന ഒരു വർഷമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടാൻ അനുകൂലപ്രദമായ കാലയളവാണ്. അത്രയ്ക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഐശ്വര്യപ്രദമായ, കുടുംബത്തിനകത്ത് സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നല്ല സമയം എന്നറിഞ്ഞാൽ നമുക്ക് ആ നല്ല സമയത്തിന് വേണ്ടി പ്രയത്നിക്കണം. നല്ല ഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഗുണപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഇന്ന് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങാം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാവുകാല സമയം നോക്കിയിട്ട് യാത്ര തിരിക്കണം. നല്ല ദിവസമാണ്, നല്ല കാര്യങ്ങൾക്ക് പോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാവുകാലത്തെ മാനിക്കണം. രാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ തന്നെ നെഗറ്റീവ് എനർജി, പാമ്പ്. അപ്പോൾ നമ്മൾ ആ രാഹു ഉണർന്നിരിക്കുന്ന സമയത്ത്, നമ്മളെ ദൃഷ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ പാമ്പ് നമ്മളെ ചുറ്റിക്കും, നമ്മളെ കാര്യങ്ങളൊക്കെ ഡിലേ വരുത്തും. അപ്പോൾ രാവുകാല സമയം 10:30 മണി മുതൽ 12 മണി വരെയാണ് എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:57 തൊട്ട് രാവുകാലം തുടങ്ങിയേ ഉള്ളൂ. 12 മണി 28 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾക്ക് ബാക്കിയുള്ളതിന് രാവുകാലം ബാധകമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് യാത്രയ്ക്ക് എടുക്കരുത്. മറ്റ് ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 7 മണി 55 മിനിറ്റ് തൊട്ട് 9 മണി 26 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:30 മുതൽ 5 മണി 1 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സമയം എടുക്കുന്നത് അത്ര ഉത്തമമല്ല. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നതെങ്കിൽ തന്നെ 12 മണി 4 മിനിറ്റ് തൊട്ട് 12 മണി 52 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇടയ്ക്ക് വെച്ചൊരു 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് ചുവന്ന വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. റെഡ് കളർ ഉൾപ്പെടുത്തി പോകുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. നമ്മൾ നിൽക്കുന്ന നെഗറ്റീവിനെ മാറ്റാൻ സഹായിക്കും. നമ്മൾ ആ വസ്ത്രധാരണം ഇട്ടുകൊണ്ട് ഓരോ കാര്യത്തിന് പോയാൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടും. പോസിറ്റീവ് എനർജി നമ്മളിൽ നിക്ഷിപ്തമാവും. അപ്പോൾ ഇന്നത്തെ ദിവസം ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.